ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ലങ്കാവി ഐലൻഡ് ആയിരുന്നു. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് നടന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റ് റീഷെഡ്യൂളായി. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡേ നമ്മൾ സ്കൈ ബ്രിഡ്ജൊക്കെ കാണാൻ പോകണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളിവിടെ ലങ്കാവിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഒരു ഈവനിങ് 4 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഫ്ലൈറ്റിൽ നമ്മൾ കുറേ ഡിലേ ആയപ്പോഴത്തേനും ആകെ ഭയങ്കര ക്ഷീണമായിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു നൈറ്റ് 9 o'clock ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു സ്ട്രീറ്റ് കാണാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. എനിക്ക് ഏതൊരു ലൊക്കേഷനിൽ പോയാലും അവിടുത്തെ ഒരു സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു പ്രൈം ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസിൽ അടുത്തൊരു സ്ട്രീറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ചെറിയ മാൾ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ കുറേ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ്, പക്ഷേ എല്ലാം നല്ല വിലയാണ് കേട്ടോ. ഞങ്ങൾ ഈ തിരയുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടെന്ന്. ശരിക്കും ഞങ്ങളൊന്നും വാങ്ങിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പൊതുവെ ഗേൾസൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാം ഒന്ന് വെറുതെ വാങ്ങിയില്ലെങ്കിൽ എല്ലാം ഒന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാ കടയിലും കയറി വിലയൊക്കെ ഒന്ന് നോക്കി എന്നിട്ടിങ്ങ് തിരിച്ചിറങ്ങി കേട്ടോ. ശരിക്കും ആ ഒരു ഗേൾസ് ട്രിപ്പിൻ്റെ വൈബ് വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം. നമ്മൾ വാങ്ങുന്നതിനെ പറ്റി ഒന്നും ബോധമിടാവേണ്ട, ഇഷ്ടമുള്ളിടത്തൊക്കെ പോവാം. അവരെ കട അടക്കുന്നത് വരെ വേണമെങ്കിൽ നമുക്കിതൊക്കെ തന്നെ നോക്കി നിൽക്കാം കേട്ടോ. അങ്ങനെ ഒന്നും പറയില്ല, എല്ലാം ഭയങ്കര നല്ല ആൾക്കാരാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ലോക്കൽസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര നല്ല സപ്പോർട്ടാണ്. നമ്മൾ ഗ്രാബൊക്കെ, നമ്മുടെ നാട്ടിലെ ഊബർ പോലെ ഇവിടെ ഗ്രാബ് എന്ന് പറഞ്ഞിട്ട് ടാക്സിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രാബൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും പിന്നെ വുമൺ ഡ്രൈവേഴ്സൊക്കെയാണ് കേട്ടോ വരുന്നത്. അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. അവർ എല്ലാവരും ഭയങ്കര നല്ല, നമ്മളോട് ഭയങ്കര കോപ്പറേറ്റീവ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫുഡൊക്കെ കഴിച്ചാലെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ എന്തോ ഒരു ഈവൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. എന്താ കറക്റ്റ് ഈവൻ്റെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഓണം ക്രിസ്മസിനൊക്കെ ഫെസ്റ്റൊക്കെ വരില്ലേ, ഫെസ്റ്റ് എക്സിബിഷനൊക്കെ, അങ്ങനെ അതുപോലുള്ള എന്തോ ഒരു പ്രോഗ്രാമാണ്. ഇത് ശരിക്കും നമ്മുടെ ഡോലാരെ സോങ്ങാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കാണ്. ഇത് അവിടുത്തെ കുറച്ച് ലോക്കൽ ആളുകളാണ് കേട്ടോ. ഫുള്ള് ഓഡിയൻസൊക്കെ ലോക്കൽ ആളുകളാണ്. ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസാണ് കേട്ടോ. ഇതിനകത്ത് ആ ഡാർക്ക് ബ്ലൂ കളറിൽ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആൾ അവിടെ ഡ്രസ്സ് ചെയ്തിരുന്നപ്പോൾ ഞാൻ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര നല്ല ഭംഗിയായിരുന്നു ഫോട്ടോ കാണാനായിട്ട്. കുറേയധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നില്ല. കാരണം അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് അങ്ങ് പോയി. ഇതൊക്കെ ആ ഒരു ഈവൻറ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് കോർട്ടാണ്. കാണാൻ നല്ല രസമാണെങ്കിലും കഴിക്കാൻ അത്ര രസം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാരും ഇതൊന്നും കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ജെല്ലി പോലുള്ള എന്തോ ഒരു ഐറ്റമാണ് കേട്ടോ. ഫുഡ് കോർട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും അവിടെ ആ ഈവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ടൂറിസ്റ്റുകളായിട്ടുണ്ടായിരുന്ന ഒരു കപ്പിൾസ് ഡാൻസ് കളിക്കുന്ന കണ്ടത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അവർ ഭയങ്കര കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരതൊന്നും കെയർ ചെയ്യാതെ ഭയങ്കര നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫുഡ് തപ്പി ഇറങ്ങി. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കിനും അത് ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു കോക്കനട്ട് ഷേക്കും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് പോലെ തോന്നിക്കുന്ന ഒരു ഐറ്റം കൂടെ കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ലങ്കാവിലെ സെക്കൻഡ് ഡേ വീഡിയോ ആയിട്ട് ഞാൻ വരാമേ.